Hi students, welcome to a lecture series of Special Relativity. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. മൂന്നാമത്തെ അപ്ലിക്കേഷൻ. രണ്ട് അപ്ലിക്കേഷൻസ് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ലെങ്ത് കോൺട്രാക്ഷനും മറ്റൊന്ന് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷനും കൂടെ ടൈം ഡൈവേഷനും കൂടി നമ്മൾ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് സൈമുൾട്ടേനിറ്റി എന്ന് പറയുന്ന ഒരു ബേസിക് കോൺസെപ്റ്റാണ്. ആൻഡ് ക്ലോക്ക് സിങ്ക്രണൈസേഷൻ. സൈമുൾട്ടേനിറ്റി എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന റിലേറ്റിവിറ്റി ഉപയോഗിക്കുന്നതിലൊക്കെ രണ്ട് ഫ്രെയിംസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. രണ്ട് ഒബ്സർവേഴ്സ് ഒയും ഒ പ്രൈമും. നോർമലി നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ഒ ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഒ പ്രൈം ഈസ് മൂവിങ് വിത്ത് എ റിലേറ്റീവ് വെലോസിറ്റി വി. ഓക്കെ, സോ രണ്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. നമ്മുടെ ഒരു ഇവന്റ് ഇവിടെ ഒബ്സർവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. വി ആർ കൺസിഡറിങ് ആൻ ഇവന്റ്, ടു ഇവന്റ്സ്, രണ്ട് ഇവന്റ്സ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. ആ രണ്ട് ഇവന്റ്സ് ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇവന്റ്സ് നടക്കുന്നുണ്ട്. ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തും ഒരു കസേരയിൽ ഇരിക്കുക എന്ന് വിചാരിക്കുക. വളരെ ലളിതമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് റിലേറ്റിവിറ്റിയിൽ അപ്ലൈ ആവുന്നൊരു എക്സാമ്പിൾ അല്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അനാലജി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഒരു ഒബ്സർവർ ഞാനും എൻ്റെ സുഹൃത്തും കസേരയിൽ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് കസേരയിൽ ഇരുന്നതിന് ശേഷം ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോൾ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് ഞാനും എൻ്റെ സുഹൃത്തും 5 മിനിറ്റാണ് കസേരയിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. സോ വിത്ത് റെസ്പെക്ട് ടു രണ്ട് കസേരകളുണ്ടെന്ന് വിചാരിച്ചു. വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓ, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ സുഹൃത്തും 5 മിനിറ്റ് കസേരയിൽ ഇരിക്കുന്നതായിട്ടാണ് അവർ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഹി വിൽ മെഷർ ദ ടൈം ഇൻ്റർവൽ time taken for sitting in that chair. In these two chairs are 5 minutes. ഈ ഒബ്സർവർ ഈ ഞാനും എൻ്റെ സുഹൃത്തും 5 മിനിറ്റ് തന്നെയാണ് കസേരയിൽ ഇരിക്കുന്നത്. രണ്ടുപേരും ഒരേ സമയത്ത് ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റു. അതായത് ദ ഇവൻറ്റ്സ് ഈ രണ്ട് ഇവൻറ്റ്സും രണ്ട് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താ, കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ്. 2 ഇവൻറ്റ്സ് ആർ സൈമുൾട്ടേനിയസ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഓ. ഇതേ ഒബ്സർവേഷൻ റിലേറ്റിവിറ്റിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മറ്റൊരു ഫ്രെയിമിൽ, എസ് പ്രൈം ഫ്രെയിമിലാണ് മറ്റൊരു ഒ പ്രൈം എന്ന് പറയുന്ന ഒരു ഒബ്സർവർ ആണ്. ഈ ഒബ്സർവർ വി സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. വി എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ സ്പീഡിലാണെന്ന് വിചാരിച്ചു. വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഒ പ്രൈം ഈ ഇവൻറ്റ്സ് ചിലപ്പോൾ ജനറലി ദീസ് ടു ഇവൻറ്റ്സ് മേ നോട്ട് ബി സൈമുൾട്ടേനിയസ്. ജനറലി ആണ് പറയുന്നത്. സൈമുൾട്ടേനിയസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, എങ്കിൽ പോലും ജനറലി സൈമുൾട്ടേനിയസ് ആവില്ല എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് രണ്ടുപേരും ഒരേ കസേരയിൽ നിന്ന് ഒരുമിച്ച് എഴുന്നേൽക്കുന്നത്, ഒരു ഒബ്സർവർ ഒരുമിച്ച് എഴുന്നേൽക്കുന്നതായി കാണുന്നത് മറ്റൊരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യസ്ത, ഒരാൾ ആദ്യം എഴുന്നേറ്റായിട്ടും മറ്റാൾ പിന്നീട് എഴുന്നേറ്റതായിട്ടും ഒബ്സർവ് ചെയ്യാവുന്ന ഒരു സാഹചര്യം വരും. ഇത് ഈ ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിയൽ എക്സാമ്പിളുകൾ നമ്മൾ പ്രോബ്ലമായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഇതാണ് സൈമുൾട്ടേനിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം സൈമുൾട്ടേനിയസ് ആയിട്ട് നടന്ന രണ്ട് ഇവന്റുകൾ മറ്റൊരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം സൈമുൾട്ടേനിയസ് ആവില്ല. ഓക്കെ, അപ്പോൾ അതാണ് സൈമുൾട്ടേനിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റിലേറ്റിവിറ്റി ഓഫ് സൈമുൾട്ടേനിറ്റി എന്ന് വിളിക്കുക. റിലേറ്റിവിറ്റി ഓഫ് സൈമുൾട്ടേനിറ്റി. അതായത് ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം സൈമുൾട്ടേനിയസ് ആയിട്ടുള്ള രണ്ട് ഇവന്റുകൾ മറ്റൊരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം സൈമുൾട്ടേനിയസ് ആവണമെന്ന് നിർബന്ധമില്ല. ഇതാണ് റിലേറ്റിവിറ്റി ഓഫ് സൈമുൾട്ടേനിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ക്ലോക്കുകൾ സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റും കൂടി പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ രണ്ട് ക്ലോക്കുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ രണ്ട് ക്ലോക്കുകളും ഒരുമിച്ച് സിങ്ക്രണൈസ് ചെയ്ത്, അതായത് രണ്ട് ക്ലോക്കുകളും ഒരുമിച്ച് നമ്മൾ ട്യൂൺ ചെയ്ത്
ഒരേ സമയമാക്കി സിങ്ക്രണൈസ് ചെയ്തു എന്ന് വയ്ക്കുക. അതെപ്പോഴും അത് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ രണ്ട് ഫ്രെയിമിൽ നോക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെട്ടതായിട്ട് ഔട്ട് ഓഫ് ദ സിങ്ക്രണൈസേഷൻ ആയിട്ട് മാറുന്നത് പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ഈ ഒരു ലെക്ചർ ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും ഇതിനെ പറ്റിയിട്ടുള്ള ധാരണ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോക്ക് സിങ്ക്രണൈസേഷനും സൈമുൾട്ടേനിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിൻ്റെ സഹായം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സൈമുൾട്ടേനിറ്റി ആൻഡ് ക്ലോക്ക് സിങ്ക്രണൈസേഷൻ. എൻ്റെ കയ്യിൽ രണ്ട് ക്ലോക്കുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. ക്ലോക്ക് 1, മറ്റൊരു ക്ലോക്ക് 2. ഈ രണ്ട് ക്ലോക്കുകളും നമ്മൾ സിങ്ക്രണൈസ് ചെയ്യാൻ പോകണം, ഒരേ സമയമാക്കി. രണ്ട് ക്ലോക്കുകളും ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടിൻ്റെയും സമയം ഈക്വൽ ആക്കി നമ്മൾ സിങ്ക്രണൈസ് ചെയ്യണം. അങ്ങനെ സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ യൂഷ്വൽ റിയൽ ലൈഫിൽ രണ്ട് ക്ലോക്കുകൾ എടുത്ത് സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ടാസ്ക് ഒന്നുമല്ല, വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന, പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും സയൻറ്റിഫിക് റിസർച്ചൊക്കെ നടക്കുന്ന സമയത്ത് ഈ സമയം മെഷർ ചെയ്യുമ്പോൾ വളരെ എക്സാക്ട് പ്രിസിഷനോടുകൂടി, ഹൈ പ്രിസിഷനോടുകൂടി പലപ്പോഴും സമയം മെഷർ ചെയ്യേണ്ടി വരും. ഓഫ് ദ ഓർഡർ ഓഫ് ഫ്യൂ നാനോ സെക്കൻഡ് ഒക്കെ വേണ്ടി വരും. പല സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിലും വളരെ നാനോ സെക്കൻഡ് റേഞ്ചിലുള്ള പ്രിസിഷൻ പലപ്പോഴും ആവശ്യം വരും. നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 10⁻⁻⁹ സെക്കൻഡ്, അത്രയും ആക്യുറസിയിലൊക്കെ പലപ്പോഴും നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ക്ലോക്കുകൾ വെച്ച് ഒരു ടൈം ഇൻ്റർവെൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ക്ലോക്കുകളും പ്രോപ്പർലി സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ, എല്ലാ സമയത്തും സിങ്ക്രണൈസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വൺസ് എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് ക്ലോക്കുകളും സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആ ക്ലോക്കുകൾ സിങ്ക്രണൈസ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും മാറും. അത് റിലേറ്റിവിറ്റി ഒബ്സർവേഴ്സ് റിലേറ്റീവ് മോഷനിലാവുമ്പോൾ രണ്ട് ഒബ്സർവേഴ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ O എന്ന് പറയുന്ന ഒരു ഒബ്സർവറും O' എന്ന് പറയുന്ന മറ്റൊരു ഒബ്സർവറും ഈ ക്ലോക്കിലെ സമയം മെഷർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് when observers are in relative motion, when observers are in relative motion, നമ്മൾ റിലേറ്റിവിറ്റിയിൽ പറയാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് റോള് ഈ സിങ്ക്രണൈസേഷനിൽ വഹിക്കും എന്നുള്ളതാണ്. പലപ്പോഴും അത് ഒരു ക്ലോക്ക് ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷനിൽ നിന്ന് മാറി വ്യതിചലിക്കുന്നതായിട്ട് പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന സെക്ഷൻ റിലേറ്റിവിറ്റിയുടെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ റിലേറ്റിവിറ്റി plays a very important role in determining how synchronized clocks, ആദ്യം നമ്മൾ സിങ്ക്രണൈസ് ചെയ്ത് വെച്ചിരുന്ന ക്ലോക്കുകൾ ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷനിലേക്ക് മാറുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഈ റിലേറ്റിവിറ്റി പ്രകാരം പഠിക്കേണ്ടി വരും. സിങ്ക്രണൈസ്ഡ് ക്ലോക്സ് may appear to be out of synchronization. അതാണ് ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒബ്സർവേഴ്സ് റിലേറ്റീവ് മോഷനിലാണെങ്കിൽ ഇനീഷ്യലി നമ്മൾ രണ്ട് ക്ലോക്കുകളും സിങ്ക്രണൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ക്ലോക്കുകളും ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷനിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് റിലേറ്റിവിറ്റിയുടെ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
പലപ്പോഴും സയന്റിഫിക് റിസർച്ച് ഒക്കെ നടക്കുമ്പോൾ ഹൈ പ്രിസിഷനിൽ ടൈം ഇന്റർവെൽ മെഷർ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഈ ക്ലോക്കുകളുടെ ക്ലോക്കുകൾ എങ്ങനെ ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷനിൽ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളൊരു ഡിവൈസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്. നമ്മളുടെ ഡിവൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 2 ക്ലോക്കുകളാണ്. ഒരു ക്ലോക്ക് x=0 എന്ന് പറയുന്ന സ്ഥലത്താണ്, മറ്റൊരു ക്ലോക്ക് x=Lലാണ്. അപ്പം ഞാനിവിടെ ഒരു ക്ലോക്ക് വരയ്ക്കുന്നുണ്ട്. അതിനെ ക്ലോക്ക് 1 എന്ന് വിളിച്ചു. മറ്റൊരു ക്ലോക്ക് 2 ഇവിടെയുണ്ട്. അത് x=Lലാണ്. ഈ 2 ക്ലോക്കുകളും വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. x=L/2 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫ്ലാഷ് ബൾബ് ഞാൻ വെച്ചിട്ടുണ്ട്. ലൈറ്റ് പുറത്തേക്ക് വിടുന്ന ഒരു ഫ്ലാഷ് ബൾബ്. അപ്പോൾ ആ ഫ്ലാഷ് ബൾബിൽ നിന്ന് ലൈറ്റ് ത്രൂ ഔട്ട് 2 ക്ലോക്കിലേക്കും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ക്ലോക്കുകൾ എങ്ങനെയാണ് സിങ്ക്രണൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, സിങ്ക്രണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ക്ലോക്കുകളും സെയിം ടൈം ഇന്റർവൽ ആക്കി സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്ലോക്ക് എപ്പോഴും ഇത് ഒരു ലൈറ്റ് വന്ന് വീഴുമ്പോൾ സെൻസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോക്കുകളാണ്. ഈ ക്ലോക്ക് 1 ആയാലും ക്ലോക്ക് 2 ആയാലും നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ബൾബ് ഓൺ ആക്കുമ്പോൾ ബൾബിൽ നിന്ന് ലൈറ്റ് ക്ലോക്ക് 1ലേക്കും ക്ലോക്ക് 2ലേക്കും യാത്ര തിരിക്കും. എന്നിട്ട് ക്ലോക്ക് 1ലും ക്ലോക്ക് 2ലും ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ ക്ലോക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം 2 ക്ലോക്കുകളും എങ്ങനെയാണ് സിങ്ക്രണൈസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളൊരു ഒബ്സർവറെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഒബ്സർവർ O, he is at rest, and we can consider another observer O prime. O prime is moving with a velocity v along x-axis in this direction. അപ്പോൾ നമ്മളിവിടെ 2 ഒബ്സർവേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഒരു ഒബ്സർവർ റെസ്റ്റിലാണ്, മറ്റൊരു ഒബ്സർവർ O prime which is moving with a velocity v. According to observer O, ഈ 2 ക്ലോക്കുകളും റെസ്റ്റിലാണ്. ഇവിടെ നിന്ന് c സ്പീഡിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുക. c സ്പീഡിൽ ട്രാവൽ ചെയ്താൽ ഇവിടെ ട്രാവൽ ചെയ്യേണ്ട ദൂരം എന്ന് പറയുന്നത് L/2 ആണ്. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും L/2 ദൂരമാണ്. അപ്പൊ ലൈറ്റ് L/2 ദൂരം ട്രാവൽ ചെയ്താൽ ക്ലോക്ക് 2ലേക്കും, L/2 ദൂരം ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ ക്ലോക്ക് 1ലേക്കും എത്തിച്ചേരും. അപ്പൊ രണ്ടും ഒരേ സമയം ഒരേ ദൂരം തന്നെയാണ് ലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ O, ഇവിടെ നിൽക്കുന്ന ഒബ്സർവർ Oനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് നടുക്കിൽ നിൽക്കുന്ന ബൾബിൽ നിന്ന് ലൈറ്റ് ക്ലോക്ക് 2ലേക്കും ക്ലോക്ക് 1ലേക്കും ഒരേ ദൂരം ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയമാണ് എടുക്കുക. രണ്ടിൻ്റെയും സ്പീഡ് c ആയിരിക്കും, ലൈറ്റിന്റെ സ്പീഡ്. അപ്പോൾ c സ്പീഡിൽ ട്രാവൽ ചെയ്താൽ L/2 ദൂരം ട്രാവൽ ചെയ്ത്, അപ്പോൾ അതിന് വേണ്ട സമയം എത്ര വരും? ക്ലോക്ക് 1ലേക്കുള്ള സമയത്തിന് നമുക്ക് T1 എഴുതാം. അത് ഡിസ്റ്റൻസ് L/2 ആണ്. L/2 ബൈ വെലോസിറ്റി c, അതായത് L/2c. L/2c സമയം കൊണ്ട് ഈ ലൈറ്റ് സിഗ്നൽ ക്ലോക്ക് 1ലേക്ക് എത്തും. അപ്പോൾ ക്ലോക്ക് 1 സ്റ്റാർട്ട് ചെയ്യും. അതേ സമയം തന്നെയായിരിക്കും ക്ലോക്ക് 2ലേക്കും എടുക്കുക. ദൂരം L/2 തന്നെയാണ്, സ്പീഡ് c ആണ്. സോ L/2c. അപ്പോൾ T1 = T2. 2 ക്ലോക്കിലേക്കും ആരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്? വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ O, റെസ്റ്റ് നിൽക്കുന്ന ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം T1 = T2 സമയം കൊണ്ടാണ് ലൈറ്റ് ക്ലോക്കിലേക്ക് എത്തുന്നത്. ലൈറ്റ് റീച്ചസ് ദ ക്ലോക്ക് 1 ആൻഡ് ക്ലോക്ക് 2. ഓക്കെ, ഇപ്പൊ രണ്ട് ക്ലോക്കും സ്റ്റാർട്ട് ചെയ്യും. then they will start. That means clock 1 and 2 are synchronized. With respect to observer O. ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം 2 ക്ലോക്കും സിങ്ക്രണൈസ്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. ഇതേ സിറ്റുവേഷൻ നമുക്ക്
O prime ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. Now let us examine the same situation with respect to observer O prime. O prime is moving with a velocity v. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അയാൾ ഒബ്സർവ് ചെയ്യുന്ന ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ T1 പകരം T1 പ്രൈം ആണ് വരിക. T1 പകരം T1 പ്രൈം വരും. T2 പകരം T2 പ്രൈം വരും. അതായത് T1 പ്രൈം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് 1ലേക്കുള്ള സമയമാണ്. T2 പ്രൈം എന്ന് പറയുന്നത് ക്ലോക്ക് 2ലേക്കുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് എഴുതാൻ പറ്റും. ഫ്രം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്കൊരു കാര്യം ചെയ്യാം. T1 ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. From Lorentz transformation equations നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. T prime is equal to T minus Vx by C square divided by root 1 minus V square by C square. ഈ പൊസിഷൻ x1 is equal to 0 എന്നുള്ളതും ഇത് x2 is equal to L എന്നുള്ളതാണ്. രണ്ട് പൊസിഷൻസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. x1 x2 ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ പൊസിഷൻ x1 ഉം that is equal to 0, x2 is equal to L. അപ്പോൾ നമുക്കിവിടെ T1 പ്രൈം എങ്ങനെ എഴുതാൻ പറ്റും? T1 പ്രൈം is equal to T1 minus Vx1 by C square divided by root 1 minus V square by C square, and T2 prime is equal to T2 minus Vx2 by C square divided by root 1 minus V square by C square. ഇതാണ് റിലേഷൻ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ x1 എത്ര വരിക? x1 is equal to 0, x2 is equal to L. അപ്പോൾ നമുക്ക് T1 പ്രൈം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? T1 പ്രൈം is equal to T1 minus V into 0 by C square divided by root 1 minus V square by C square. That is equal to T1 divided by root 1 minus V square by C square. T1 പ്രൈം വന്നു. നിങ്ങൾക്കറിയാം T1 എന്ന് പറയുന്നത് L/2C ആണ്. L/2C divided by root 1 minus V square by C square വരും, which is equation number 4. Okay. In a similar manner, T2 prime is equal to T2 minus Vx2 by C square divided by root 1 minus V square by C square. So result will be T2 minus V by C square into L. x2 എന്ന് പറയുന്നത് L വരും, divided by root 1 minus V square by C square. T2 ന് പകരം L/2C എന്ന് കൊടുക്കാം, minus V by C square into L divided by root 1 minus V square by C square. Equation number 5. Okay. ഇവിടെ നോക്കൂ, നമുക്ക് രണ്ട് റിലേഷൻസ് കിട്ടിയിട്ടുണ്ട്. T1 പ്രൈമും T2 പ്രൈമും. T1 പ്രൈമും T2 പ്രൈമും തുല്യമാണോ? മുമ്പ് ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം T1 പ്രൈമും T2 പ്രൈമും തുല്യമായിരുന്നു. ഇവിടെ T1 പ്രൈമും T2 പ്രൈമും ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും T1 പ്രൈം എന്ന് പറയുന്നത് L/2C ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ ആണ്. അതായത് T1 പ്രൈം എന്ന് പറയുന്നത് L/2C ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ ആണ്. T2 പ്രൈം എന്ന് പറയുന്നത് L/2C രണ്ട് ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ റൂട്ട് 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ മൈനസ് V ബൈ C സ്ക്വയർ ഇൻറ്റു L ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ. നോക്കൂ,
T1 പ്രൈമും T2 പ്രൈമും തുല്യമല്ല. T1 പ്രൈം നോട്ട് ഈക്വൽ ടു T2 പ്രൈം. എന്താ T1 പ്രൈം എന്ന് പറയുന്നത്? ഒബ്സർവർ O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് സിഗ്നൽ ക്ലോക്ക് 1-ൽ എത്താനുള്ള സമയമാണ്. T2 പ്രൈം എന്ന് പറയുന്നത് ഒബ്സർവർ O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ക്ലോക്ക് 2-ലേക്ക് ലൈറ്റ് സിഗ്നൽ എത്താനുള്ള സമയമാണ്. ഇത് രണ്ടും തുല്യമല്ല. ഹിയർ വി ക്യാൻ സീ ദാറ്റ് T1 പ്രൈം T2 പ്രൈം ഈസ് ലെസ് ദാൻ T1 പ്രൈം. അങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അതായത് ക്ലോക്ക് 2-ലേക്ക് ആദ്യം ലൈറ്റ് സിഗ്നൽ എത്തും. അതായത് ക്ലോക്ക് 2 receives light signal earlier than clock 1. That means they are not synchronized, they are out of synchronization. അപ്പോൾ രണ്ട് ക്ലോക്കുകളും ഒരുമിച്ചല്ല, സിങ്ക്രണൈസ് ചെയ്തിട്ടില്ല, ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷനിലേക്ക് പോയി. അപ്പോൾ ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം T1 മൈനസ് T2 എന്ന് പറയുന്നത് 0 വരിക. ഒബ്സർവർ O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം T1 പ്രൈം മൈനസ് T2 പ്രൈം നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് വരുന്നു. അപ്പോൾ ഒരെണ്ണത്തിൽ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള രണ്ട് ക്ലോക്കുകൾ, മറ്റൊരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം സിങ്ക്രണൈസ്ഡ് അല്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു റിലേറ്റിവിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ വിശദമാക്കുകയാണെങ്കിൽ നമുക്ക് തോന്നാം ഈ ഒരു സിങ്ക്രണൈസേഷൻ മാറാൻ കാരണം റിലേറ്റിവിറ്റിയിലെ ടൈം ഡയലേഷൻ ഇഫക്റ്റ് കൊണ്ടാണോ എന്ന് പലപ്പോഴും പലരും ചിന്തിക്കും. പക്ഷെ സത്യത്തിൽ ഇത് ടൈം ഡയലേഷൻ ഇഫക്റ്റ് കൊണ്ടല്ല. ടൈം ഡയലേഷൻ ഇപ്പോൾ നമ്മൾ പറയാം, ഒരു മൂവിങ് ക്ലോക്ക് ഒരു ഒബ്സർവർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ മെഷർ ചെയ്യുന്ന ടൈം ഇന്റർവൽ വ്യത്യസ്തമായിരിക്കും എന്നറിയാം. ഈ ഒബ്സർവർ O പ്രൈം മെഷർ ചെയ്യുന്ന ക്ലോക്ക് 1-നും ക്ലോക്ക് 2-നും ടൈം ഡയലേഷൻ ഇഫക്റ്റ് ഉണ്ട്. ടൈം ഡയലേഷൻ ഇഫക്റ്റ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്താ പറയുക, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. T പ്രൈം is equal to T minus Vx by C square divided by root 1 minus V square by C square എന്നാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എഴുതുക. അങ്ങനെ നമുക്ക് T എന്ന് പറഞ്ഞാൽ O എന്ന് പറയുന്ന ഒബ്സർവർ മെഷർ ചെയ്യുന്ന ടൈമാണ്. T പ്രൈം എന്ന് പറയുന്നത് O പ്രൈം എന്ന് പറയുന്ന ഒബ്സർവർ മെഷർ ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഇതിനൊന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ T ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. മറ്റത് മൈനസ് വി ബൈ സി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയാം. ഈ ടേം എന്ന് പറയുന്നത് ടൈം ഡയലേഷന്റെ ടേമാണ്. ഓക്കെ, നമ്മൾ അവസാനം T1 പ്രൈമും T2 പ്രൈമും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 5 പ്രകാരം എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ടൈം ഇന്റർവൽ ഒന്ന് കണ്ടുപിടിക്കാം. ഡെൽറ്റ T പ്രൈം എന്ന് പറയുന്നത് T2 പ്രൈം മൈനസ് T1 പ്രൈം എന്ന് എഴുതുകയാണെങ്കിൽ, അതായത് രണ്ട് ക്ലോക്കുകളും സിങ്ക്രണൈസ് ചെയ്ത രണ്ട് ക്ലോക്കുകളും തമ്മിലുള്ള ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷന്റെ ടൈം ഇന്റർവൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, T1 പ്രൈം മൈനസ് T2 പ്രൈം എന്ന് എഴുതാം. കാരണം T2 പ്രൈം അല്ലേ ചെറുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, T1 പ്രൈം എന്ന് പറയുന്നത് L/2C ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് T2 പ്രൈം എന്ന് പറയുമ്പോൾ L/2C ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അടുത്ത ടേം മൈനസ് വി ബൈ സി സ്ക്വയർ ആകുമ്പോൾ പ്ലസ് വി ബൈ സി സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഈ ടേമും വെട്ടിപ്പോയി. ദെൻ യുവർ ഡെൽറ്റ ടി പ്രൈം വിൽ ബി വി ബൈ സി സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഡെൽറ്റ ടി പ്രൈം 0 വരുന്നായിരുന്നു, പക്ഷെ നമുക്കത് കിട്ടിയില്ല. ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷൻ ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് രണ്ട് ക്ലോക്കുകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ ഇവിടെ 0 അല്ലാത്ത ഒരു വാല്യൂ കിട്ടി. ഡെൽറ്റ ടി പ്രൈം നോട്ട് ഈക്വൽ ടു 0 എന്നു. അപ്പൊ അതിന് കാരണം എന്താണെന്നാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ എന്താ പറയുക, ടൈം ഡയലേഷൻ ആയിരിക്കും കാരണം എന്നുള്ള രൂപത്തിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടേമും ഏതാണ്ട് സിമിലർ ടേമുകളാണ്. ഓക്കെ, ലെങ്ത് ഇവിടെ എക്സ് സിഗൾട്ട് മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എക്സ് എൽ ആണ്.
രണ്ട് ക്ലോക്കുകളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ഈ ഒരു ടേമും സെയിം ആണ്. ഈ ഒരു ടേമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഈ ഒരു ടേം നിങ്ങൾക്കറിയാം t ഡിവൈഡഡ് ബൈ √1 - v²/c² എന്ന് പറയുന്നത് ടൈം ഡൈലേഷൻ ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ടേമാണ്. അപ്പൊ ആ ഇഫക്റ്റ് അല്ല ഇവിടെ ഉണ്ടാകുന്നത്, ഈ രണ്ടാമത്തെ ടേമാണ്. ലോറൻസ് ട്രാൻസ്ഫോർമേഷനിലെ ഈ രണ്ടാമത്തെ ടേമിന്റെ പ്രസൻസ് കൊണ്ടാണ് ഈ ഒരു സൈമുൾട്ടേനിയസ് ആയിട്ടുണ്ടായിരുന്ന രണ്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള രണ്ട് ക്ലോക്കുകൾ, അല്ലെങ്കിൽ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യപ്പെട്ട രണ്ട് ക്ലോക്കുകൾ ഒരുമിച്ചല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അതായത് രണ്ട് ക്ലോക്കുകളും ഒരുമിച്ച് ഓൺ ആവുന്നു എന്നുള്ളതാണ് ഒബ്സർവർ O മെഷർ ചെയ്തത്, സൈമുൾട്ടേനിയസ് ആയിരുന്നു. പക്ഷെ മറ്റേ ഒബ്സർവർ O' സംബന്ധിച്ചിടത്തോളം രണ്ട് ഇവന്റുകൾ രണ്ട് സ്ഥലത്താണ് നടക്കുന്നത്. ഒന്ന് x1 = 0-ലും മറ്റേ ഇവന്റ് നടക്കുന്നത് x2 = L ആണ്. രണ്ട് ക്ലോക്കുകളും സ്ഥാപിച്ചത് രണ്ട് വ്യത്യസ്ത സ്ഥലത്തിലാണ്. അപ്പൊ ആ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് നടക്കുന്നതായിട്ട് ഈ ഒബ്സർവർക്ക് ഫീൽ ചെയ്യാതെ. ഓക്കെ, ഇഫ് L = 0, അതായത് രണ്ട് ഇവന്റുകളും ഒരു സ്ഥലത്താണ് നടക്കുന്നത് എങ്കിൽ O എന്ന് പറയുന്ന ഒബ്സർവർക്കും O' എന്ന് പറയും ഈ രണ്ട് ഒബ്സർവറുകൾക്കും ഒരുമിച്ച് തന്നെ ക്ലോക്ക് അല്ലെങ്കിൽ ക്ലോക്ക് അപ്പോഴും സിങ്ക്രണൈസർ ആയിട്ട് തന്നെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് രണ്ട് ഇവന്റുകൾ സൈമുൾട്ടേനിയസ്, ഇവിടുത്തെ രണ്ട് ഇവന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് രണ്ട് ഇവന്റുകൾ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് 1ലേക്ക് ലൈറ്റ് റിസീവ് ചെയ്ത് ക്ലോക്ക് 1 ഓൺ ആവുന്ന സമയവും മറ്റേ ഇവന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് 2 ലൈറ്റ് സിഗ്നൽ വന്ന് അത് ക്ലോക്ക് ഓൺ ആവുന്ന ഇന്റർവെൽ. ഈ രണ്ട് ഇവന്റുകൾ ക്ലോക്ക് 1ഉം ക്ലോക്ക് 2ഉം ഓൺ ആവുന്ന ഇവന്റുകൾ ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഇവന്റുകൾ എങ്ങനെയാണ്? ഇവന്റ്സ് ഒക്കേഴ്സ് അറ്റ് x = 0 and at x = L. They are simultaneous. ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവർ O' എന്ന് പറയുന്നത് he is in relative motion. So with respect to him, these two events are not simultaneous. ഈ ഇവന്റുകൾ നടക്കുന്ന എവിടേക്കാണ്? ടു ഇവന്റ്സ് അറ്റ് x = 0 ആൻഡ് അറ്റ് x = L. ഇനി if L = 0, delta t prime is equal to v/c² L divided by √1 - v²/c² എന്നാണ് വരിക. That will be equal to 0. സോ രണ്ട് ഇവന്റുകളും ഒരേ സ്ഥലത്ത് തന്നെയാണ് നടക്കുന്നത് എങ്കിൽ വീണ്ടും അത് സൈമുൾട്ടേനിയസ് ആയിട്ട് തന്നെ നിൽക്കും, ക്ലോക്ക് സിങ്ക്രണൈസർ ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പൊ നമുക്ക് ഒരു സെന്റൻസ് കൃത്യമായിട്ട് എഴുതാം. Two events that are simultaneous in one reference frame S frame ആണെന്ന് വിചാരിച്ചു. one reference frame are not simultaneous in another reference frame moving with respect to first unless these two events occur at same point in space. അപ്പോൾ
ഒ എന്ന് പറയുന്ന ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ക്ലോക്ക് 1ഉം ക്ലോക്ക് 2ഉം ഓൺ ആവുന്നത് ഒരുമിച്ചായിരുന്നു. ഒ പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ക്ലോക്ക് 1ഉം ക്ലോക്ക് 2 ആവുന്നത് ഒരുമിച്ചല്ല, സൈമിൾട്ടേനിയസ് അല്ല. ഓക്കെ, അപ്പോൾ പക്ഷേ ക്ലോക്ക് 1ഉം ക്ലോക്ക് 2ഉം ഒരേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇത് വീണ്ടും സിങ്ക്രണൈസ്ഡ് ആയിട്ട് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ഒ പ്രൈമിനും ഒബ്സർവ് ചെയ്തിരുന്നേനെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിൽ നടക്കുന്ന രണ്ട് ഇവന്റുകൾ ഒരു ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം സൈമിൾട്ടേനിയസ് ആണെന്ന് കരുതി റിലേറ്റീവ് മോഷനിലുള്ള മറ്റൊരു ഒബ്സർവർക്ക് സൈമിൾട്ടേനിയസ് ആകണം എന്ന് നിർബന്ധം ആകണമെന്നില്ല എന്നുള്ളതാണ് നമ്മൾ റിലേറ്റിവിറ്റിയിൽ പറയുന്നത്. ഡിഫറെന്റ് സ്പേസിലെ ഡിഫറെന്റ് ലൊക്കേഷനിൽ നടക്കുന്ന ഇവന്റുകൾ രണ്ട് ഡിഫറെന്റ് ഒബ്സർവറുകൾക്ക് സൈമിൾട്ടേനിയസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരാൾക്ക് സൈമിൾട്ടേനിയസ് ആയത് മറ്റൊരാൾക്ക് സൈമിൾട്ടേനിയസ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ റിലേഷനിൽ, അതായത് രണ്ട് ക്ലോക്കുകളും സിങ്ക്രൈസ് ചെയ്തപ്പോൾ ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി 0 ആണ്, അതായത് T1 - T2 എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ഒബ്സർവർ ഒ പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് T1 പ്രൈം - T2 പ്രൈം ആണ് വരിക. അത് V/c² × L ഡിവൈഡഡ് ബൈ √1 - V²/c² ആണ്. ഈ L എന്ന് പറയുന്നത് രണ്ട് ഇവന്റുകൾ തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ, ക്ലിയർ. ആ V എന്ന് പറയുന്നത് ഫ്രെയിമിന്റെ സ്പീഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ടൈം ഇന്റർവൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലിനെയും വിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിലേറ്റീവ് സ്പീഡിലാണ്, രണ്ട് ഫ്രെയിമുകളും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് T2 പ്രൈം ലെസ് ദാൻ T1 പ്രൈം ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതായത് ക്ലോക്ക് 2ലേക്ക് ലൈറ്റ് സിഗ്നൽ നേരത്തെ എത്തുന്നു, ക്ലോക്ക് 1ലേക്ക് ലൈറ്റ് സിഗ്നൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ എത്തുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ഒബ്സർവർ ഒ പ്രൈം ഒബ്സർവ് ചെയ്തത്. ഇനി ഈ പ്രോബ്ലത്തിൽ ഒ പ്രൈം ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒ പ്രൈം ഇങ്ങനെ മൂവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക T1 പ്രൈം ലെസ് ദാൻ T2 പ്രൈം ആണ്. ക്ലോക്ക് 1ലേക്ക് ലൈറ്റ് സിഗ്നൽ വേഗം എത്തും, ക്ലോക്ക് 2 ഇപ്പോൾ റിവേഴ്സ് വരും. അപ്പോൾ വിയുടെ ഡിറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വിയുടെ വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഏത് സ്ഥലത്ത് വെച്ച് ഈ എക്സ്പെരിമെന്റ് നടത്തിയാലും നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒബ്സർവർ എവിടെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ല. ഒബ്സർവറുടെ റിലേറ്റീവ് മോഷന്റെ ഭാഗമായിട്ടുള്ള റിലേറ്റീവ് സ്പീഡ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്പീഡിന്റെ വാല്യൂ, സ്പീഡ് വിയും അതിൻ്റെ ഡിറക്ഷനുമാണ് ഈ സൈമിൾട്ടേനിറ്റിനെ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡിറക്ഷൻ മാറിക്കഴിഞ്ഞാൽ റിസൾട്ടും മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമുക്ക് ഇതിന്റെ രണ്ട് പ്രോബ്ലം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷന്റെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഒന്ന് എഴുതട്ടെ. 2 rockets are leaving their space station along perpendicular paths as measured by an observer on the space station stop. Rocket 1 moves with at 0.60 c
and rocket 2 moves at 0.80 c. Both measured relative to space station. Both measured relative to a space station. What is the velocity of rocket 2? What is the velocity of rocket 2? As observed by rocket 1. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 2 റോക്കറ്റുകളാണ്. ആ 2 റോക്കറ്റുകളും ഒരു സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ലീവ് ചെയ്യാണ്. പക്ഷെ 2 പെർപെൻഡിക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. റോക്കറ്റ് 1 റോക്കറ്റ് 2 എന്നുള്ള രീതിയിൽ മെഷർ ചെയ്യാം. റോക്കറ്റ് 1 ആയാലും റോക്കറ്റ് 1 0.60 സിയിലും റോക്കറ്റ് 2 0.80 സിയിലും ഈ സ്പേസ് സ്റ്റേഷനെ ബേസ്ഡ് ഓൺ സ്പേസ് സ്റ്റേഷനിലെ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റ് 1ഉം റോക്കറ്റ് 2 0.60 സിയിലും 0.80 സിയിലും പെർപെൻഡിക്കുലർ ആയിട്ട് ട്രാവൽ ചെയ്യാണ്. നിങ്ങളോട് ചോദിച്ചേണ്ട ചോദ്യം എന്ന് പറയുന്നത് റോക്കറ്റ് 2ന്റെ സ്പീഡ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് 1 കണ്ടുപിടിക്കാൻ. റോക്കറ്റ് 1ൽ ഇരിക്കുന്ന ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റ് 2ന്റെ സ്പീഡ് എങ്ങനെയാണ്? നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഒരു സ്പേസ് സ്റ്റേഷൻ നമുക്ക് തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇതാണ് ഒരു സ്പേസ് സ്റ്റേഷൻ എന്ന് വിചാരിക്കുക. അവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ആ ഒബ്സർവറിനെ ഞാൻ O എന്ന് വിളിക്കാൻ പോവാണ്. അത് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് റോക്കറ്റ് 1 ഈ ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് റോക്കറ്റ് 1. He is moving with a velocity, that rocket 1 is moving with a velocity 0.60 c എന്ന് കൺസിഡർ ചെയ്യാം. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിറക്ഷനിലാണ് റോക്കറ്റ് 2 ട്രാവൽ ചെയ്യുന്നത്. റോക്കറ്റ് 2 അത് 0.80 c സ്പീഡിലാണ് ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിനോട് ചോദിച്ചാണത് സ്പീഡ് ഓഫ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് റോക്കറ്റ് 1 വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് 2. ഇതാണ് ചോദിച്ചാണ്. ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഫ്രെയിംസ് വേണം, 2 ഒബ്സർവേഴ്സ് വേണം. ഒരു ഒബ്സർവർ O ആണെന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ ചോദിച്ചാണത് സ്പീഡ് ഓഫ് റോക്കറ്റ് 2 ആണ് ചോദിച്ചാണത്. റോക്കറ്റ് 2 വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് 1. ഓക്കെ, തെറ്റി എഴുതിയതാണ്. സ്പീഡ് ഓഫ് റോക്കറ്റ് 2 വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് 1. അപ്പം നമുക്ക് റോക്കറ്റ് 1 ഒരു ഒബ്സർവറിനെ ഫിക്സ് ചെയ്യാം. അതിനെ O പ്രൈം എന്ന് വിളിക്കാം. സോ O പ്രൈമിന്റെ സ്പീഡാണ് 0.60 c. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫ്രെയിമിന്റെ സ്പീഡിനെ നമ്മൾ V എന്നാണ് ഉപയോഗിക്കാറുള്ളത്. V is equal to 0.60 c. അത് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തന്നെയാണത് എന്താ? ഈ O ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ റോക്കറ്റ് 2ന്റെ സ്പീഡ് അത് വെർട്ടിക്കലായിട്ട് ഈ ഡിറക്ഷനെ Y ആക്സിസിന് എടുക്കുക, ഈ ഡിറക്ഷനെ X ആക്സിസിന് എടുക്കുക, ഈ ഡിറക്ഷനെ Z ആക്സിസിന് എടുക്കുക. നമ്മൾ നോർമലി എങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ റോക്കറ്റ് 2ന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0.80 c ആണ്. അപ്പോൾ അത് നമ്മൾ നോർമലി ഒബ്സർവർ ഓടെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ ആ സ്പീഡിനെ U എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. യുവിന് 3 കമ്പോണന്റ് ഉണ്ട്, UX, UY, UZ. അപ്പോൾ ഇവിടെ Y ഡിറക്ഷനിലാണ് റോക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UY is equal to 0.80 c എന്ന് എഴുതാം. UX is equal to 0 എന്ന് എഴുതാം. UZ is equal to 0 എന്ന് എഴുതാം. കാരണം X കമ്പോണന്റും Y കമ്പോണന്റും ഇല്ല. ഓക്കെ, നിന്നോട് ചോദിച്ചാണത് വാട്ട് ഈസ് സ്പീഡ് ഓഫ് റോക്കറ്റ് 2 വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് 1. അപ്പോൾ നിനക്ക് കണ്ടുപിടിക്കേണ്ടത് UX പ്രൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം,
യു വൈ പ്രൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം, യു സെഡ് പ്രൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആക്ച്വൽ സ്പീഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ജനറലി യു പ്രൈം ഈക്വൽ ടു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് ഓഫ് യു എക്സ് പ്രൈം സ്ക്വയർ പ്ലസ് യു വൈ പ്രൈം സ്ക്വയർ പ്ലസ് യു സെഡ് പ്രൈം സ്ക്വയർ, ഇതാണ് സ്പീഡിനുള്ള റിലേഷൻ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, യു പ്രൈം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നേക്കണത് വി മാത്രമാണ് തന്നേക്കണത്. വി തന്നിട്ടുണ്ട്, യു എക്സ് തന്നിട്ടുണ്ട്, യു വൈ തന്നിട്ടുണ്ട്, യു സെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യു എക്സ് പ്രൈം എങ്ങനെ കണ്ടുപിടിക്കാം? യു എക്സ് പ്രൈം ഈക്വൽ ടു യു എക്സ് മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ യു എക്സ് എത്ര വരും? 0 മൈനസ് 0.60 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് 0.60 ഡിവൈഡഡ് ബൈ സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ യുവർ റിസൾട്ട് വിൽ ബി മൈനസ് ഈ റിലേഷൻ ചെറിയ തെറ്റുണ്ട്. യു എക്സ് മൈനസ് ബി തെറ്റിയതാണ്. യു എക്സ് മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി യു എക്സ് ബൈ സി സ്ക്വയർ. ഇങ്ങനെയാണ് 1 മൈനസ് ബി യു എക്സ്. ബി എന്താ? 0.60 ഇൻറ്റു യു എക്സ് 0 വരും ബൈ സി സ്ക്വയർ വരും. അപ്പോൾ മൈനസ് 0.60 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും, മൈനസ് 0.60 എന്ന് വരും യു എക്സ് പ്രൈം. ഓക്കെ, യു വൈ പ്രൈം എന്ന് പറയുന്നത് യു വൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി യു എക്സ് ബൈ സി സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ യു വൈ എന്നുള്ളതിന് പകരം 0 കൊടുക്കാം. യു വൈ എന്ന് പറയുന്നത് 0 അല്ല, യു വൈ എന്ന് പറയുന്നത് 0.80 ആണ്. 0.80 റൂട്ട് 1 മൈനസ് 0.60 ബൈ സി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു എക്സ് ബൈ സി സ്ക്വയർ. 1 മൈനസ് 0.60 ഇൻറ്റു 0 ബൈ സി സ്ക്വയർ. സോ യുവർ റിസൾട്ട് വിൽ ബി യു വൈ പ്രൈം is equal to 0.80c into root 1 minus 0.60 whole square. അപ്പോൾ നമുക്ക് 0.80c ഇൻറ്റു 0.80 എന്ന് തന്നെ വരും. അപ്പോൾ 0.64c എന്ന് ഉത്തരം വരും. യു സെഡ് പ്രൈം എന്ന് പറയുന്നത് യു സെഡ് റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി യു എക്സ് ബൈ സി സ്ക്വയർ ആണ് വരിക. യു എക്സ് ഈ ഇത് ടേം 0 ആണ്, യു സെഡും 0 ആണ്. അപ്പോൾ യു സെഡ് പ്രൈം 0 വരും. സോ ഇൻ ജനറൽ ഒന്ന് വായിക്കട്ടെ, കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? യു എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു മൈനസ് 0.60c, യു വൈ പ്രൈം ഇസ് ഈക്വൽ ടു 0.64c, യു സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇൻ ജനറൽ യു പ്രൈം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 0.60c ഹോൾ സ്ക്വയർ പ്ലസ് 0.64c ഹോൾ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. So your result will be u prime എന്ന് പറയുന്നത് 0.8773c എന്ന് വരും. അപ്പോൾ റോക്കറ്റ് 2ന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ ഒരു റോക്കറ്റ് 1നെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതാണ് സ്പേസ് സ്റ്റേഷൻ, ഇതാണ് റോക്കറ്റ് 2. സോറി, റോക്കറ്റ് 2 അല്ല, റോക്കറ്റ് 1ന്റെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് റോക്കറ്റ് 2. റോക്കറ്റ് 2 ഇങ്ങനെയായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ സ്പീഡ്
ഈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് യു പ്രൈം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടായിരിക്കും. ഇതാണ് യു എക്സ് പ്രൈം വരിക. യു എക്സ് പ്രൈം എന്ന് പറയുന്നത് -0.60 c വരും. ഇത് യു വൈ പ്രൈം വരും. യു വൈ പ്രൈം ഈക്വൽ ടു 0.64 c സ്പീഡിൽ ട്രാവൽ ചെയ്യും. സോ ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ ദിസ് ഡിറക്ഷൻ. ഓക്കെ, ഇതാണ് റോക്കറ്റ് 1നെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റ് 2ന്റെ സ്പീഡ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സൈമുൾട്ടേനിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം 2 സൈമുൾട്ടേനിറ്റി ഒരു പ്രോബ്ലമാണ്. ഒരു റോക്കറ്റിന്റെ മോഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റോക്കറ്റിന്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡിന്റെയും പൊസിഷൻ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു 2 ഇവന്റുകൾ 2 ഫ്രെയിമിൽ നിന്നുകൊണ്ട് സൈമുൾട്ടേനിയസ് ആണോ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതാണ് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. An observer O is standing on a platform. An observer O is standing on a platform of length T0 is equal to 65 meter on a space station. A rocket passes at a relative speed. Relative speed a rocket passes at a relative speed of 0.80 c moving parallel to the edge of the platform. Edge of the platform. Moving parallel to the edge of the platform. The observer O notes the front and back of the rocket. Simultaneously line up with ends of the platform at a particular instant. Consider another observer O prime on the rocket. The two events in bracket that is lining up of front and back of the rocket
front and back of the rocket, front and back of the rocket with the ends of the platform, അതാണ് രണ്ട് ഇവന്റുകൾ. റോക്കറ്റിന്റെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഒബ്സർവ് ചെയ്ത് ഒരേ ആ പ്ലാറ്റ്ഫോമിൽ ലൈനപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സാണ്. that were simultaneous to O were not simultaneous to O prime. Find the time interval between these events according to O prime. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഒബ്സർവറാണ്. ഒബ്സർവർ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്കത് ഫിഗർ വരച്ചാൽ വളരെ ലളിതമായിട്ട് മനസ്സിലാവും. ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഒരു ഒബ്സർവർ നിൽക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് d0 = 65 മീറ്റർ എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. 65 മീറ്ററുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഒബ്സർവർ നിൽക്കുകയാണ്. റസ്റ്റിലാണ്, സ്പേസ് സ്റ്റേഷനിൽ റസ്റ്റിലാണ് നിൽക്കുന്നത്. ഒരു റോക്കറ്റ് 0.80 സ്പീഡിൽ വരുന്ന റിലേറ്റീവ് സ്പീഡ്, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ റോക്കറ്റ് 0.80 സ്പീഡിലാണ് വരുന്നത്. അത് ഈ പ്ലാറ്റ്ഫോമിന്റെ എഡ്ജിന് പാരലായിട്ടാണ് വരുന്നത്. സോ റോക്കറ്റ് ഈസ് മൂവിങ് പാരലൽ ടു ദ എഡ്ജ് ഓഫ് ദ പ്ലാറ്റ്ഫോം. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഒബ്സർവർ നോട്ട് ചെയ്യുന്നത് ആ റോക്കറ്റിന്റെ, അതായത് ഇവിടെ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒബ്സർവർ നോട്ട് ചെയ്യുന്നത് ഇത് 0.80 വരുന്നത്. റോക്കറ്റിന്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഈ പ്ലാറ്റ്ഫോമിന്റെ എഡ്ജിൽ ഒരേ സമയം എത്തിച്ചേരുന്നതായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. രണ്ടും ഈ പടം വരച്ച പോലെ ഈ ഒബ്സർവർ നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിന്റെ രണ്ട് എഡ്ജിലും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് എത്തിച്ചേരുന്ന രീതിയിൽ അയാൾ ഒബ്സർവ് ചെയ്യുന്നു. സോ അക്കോർഡിംഗ് ടു ഹിം ഈ റോക്കറ്റിന്റെ ഫ്രണ്ടും ബാക്കും ഈ പ്ലാറ്റ്ഫോമിന്റെ എഡ്ജിന് പാരലായിട്ട് ലൈനപ്പ് ചെയ്യുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം സൈമുൾട്ടേനിയസ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഫ്രണ്ട് ആദ്യം വന്ന് കുറെ കഴിഞ്ഞിട്ടല്ല ബാക്ക് വരുന്നത്, ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ലൈനപ്പ് ചെയ്യുന്നതായിട്ടാണ് ഒബ്സർവർ ഓ മെഷർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മറ്റൊരു ഒബ്സർവറിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഒബ്സർവർ റോക്കറ്റുമേ കയറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ റോക്കറ്റുമേ കയറിയിരിക്കുമ്പോൾ പ്ലാറ്റ്ഫോമിന്റെ ഫ്രണ്ടും ബാക്കും ഒരേ സമയം തന്നെ ഈ റോക്കറ്റിന്റെ ഫ്രണ്ടും ബാക്കും ഒരേ സമയം തന്നെ പ്ലാറ്റ്ഫോമിന്റെ രണ്ട് എൻഡിലും എത്തിച്ചേരുന്നുണ്ടോ ഇല്ല എന്നാണ് അയാൾക്ക് ഉത്തരം കിട്ടുക. അങ്ങനെയാണെങ്കിൽ ആ ടൈം ഇന്റർവൽ, ഇത് രണ്ടും തമ്മിലുള്ള ഫ്രണ്ടും ബാക്കും എത്തിച്ചേരുന്നതിനുള്ള കാലതാമസം, ആ ടൈം ഇന്റർവൽ എത്ര എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഇവന്റ് എന്ന് പറയുന്നത്, ഇവന്റ് 1 എന്ന് പറയുന്നത് ഇവിടെയാണ് നടക്കുന്നത്. ബാക്ക് എത്തിച്ചേരുന്നത് ഈ എൻഡിലാണ്. മറ്റത് ഇവന്റ് 2 എന്ന് പറയുന്നത് റോക്കറ്റിന്റെ ഫ്രണ്ട് എത്തിച്ചേരുന്നതാണ്. അത് ഈ 65 മീറ്റർ അകലെയാണ് നടക്കുന്നത്. അപ്പൊ രണ്ട് ഇവന്റുകളും തമ്മിൽ 65 മീറ്റർ വ്യത്യാസമുണ്ട്. അതായത് L = 65 മീറ്റർ. മാത്രമല്ല യുവർ ഒബ്സർവർ O prime ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 0.80 c. സോ V = 0.80 c ആണ്. അപ്പോൾ ഒബ്സർവർ ഓനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 വരിക. രണ്ട് ടൈം ഇന്റർവലും തമ്മിൽ വ്യത്യാസം, അതായത് രണ്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് എത്തുന്നു എന്നുള്ളതാണ് അയാൾ ഒബ്സർവ് ചെയ്യുന്നത്. എന്നാൽ ഒബ്സർവർ O പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം യു വിൽ ഗെറ്റ് എ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി പ്രൈം.
നമ്മൾ സൈമിൾട്ടേനിറ്റി ആൻഡ് ക്ലോക്ക് സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിച്ച പോലെ ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് വി ബൈ സി സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ √1 - v² /c². ഇതാണ് റിസൾട്ട്. അപ്പോൾ വി എന്ന് പറയുന്നത് 0.80c ബൈ സി സ്ക്വയർ ഇൻറ്റു 65 ഡിവൈഡഡ് ബൈ √1 - 0.80c ബൈ സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ യുവർ റിസൾട്ട് വിൽ ബി ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് 0.8 ഈ സിയും വെട്ടിപ്പോയി. അപ്പോൾ 52/c എന്ന് വരും ഡിവൈഡഡ് ബൈ